ഓം സദ്ധർമ്മ സന്ദേശം ഭാഗം 8. സച്ചിദാനന്ദ സ്വരൂപികളെ പ്രണാമം. എല്ലാവർക്കും വേണ്ടതെന്താണ്? ശാന്തിയാണ് വേണ്ടത്. വിശ്വശാന്തിയാണ് വേണ്ടത്. സമസ്ത ജനത്തിനും ശാന്തി വേണം, സുഖം വേണം, സമാധാനം വേണം, സാഹോദര്യം വേണം. ജാതിയും ഉപജാതിയും ഭൂതപ്രേതാദിയും മറ്റ് അനവധി ദുരാചാരങ്ങളും തിന്മകളും സനാതന ഹിന്ദു ധർമ്മത്തിൽ പാടില്ല. സാത്വികമായ സത്യം, ധർമ്മം, അഹിംസ, മദ്യവർജനം, അപരിഗ്രഹം തുടങ്ങിയ ഉത്തമ ഗുണഗണങ്ങൾ മാത്രം ശാശ്വതമായി നിലനിൽക്കും. അതാണ് സനാതന ഹിന്ദു ധർമ്മം. മനുഷ്യൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഉത്തമ ഗുണങ്ങളെ ഉണർത്തണം. എല്ലാവിധ സുന്ദരമായ ചിന്തകൾക്കും ഭാവനകൾക്കും വിചാരങ്ങൾക്കും ആദർശങ്ങൾക്കും ഉന്നത സംസ്കാരങ്ങൾക്കും സ്രോതസ് ആയിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമമാണ്. മാതൃസ്നേഹം ബോൾഷെവിക് ഭാഷയിലില്ല. അവിടെ വൈവാഹിക പവിത്രതയില്ല. വൈവാഹിക ബന്ധനം ഇല്ലാതായി. നാസ്തികത പ്രചരിപ്പിച്ചു. ആത്മബോധം ഇല്ലാതാക്കി. ജ്ഞാനഗാഥ ഇല്ലാതാക്കി. മഹാപുരുഷന്മാരുടെ ആദർശ സിദ്ധാന്തം ഇല്ലാതാക്കി. ലൗഹയുഗം ശാന്തി ഇല്ലാതാക്കി. ക്രൂരമായ ഏകാധിപത്യം വളർന്നു വന്നു. അധ്യാത്മവാദം മാത്രമാണ് ശരിയായ ജീവിതമാർഗം. അതിനെ ഹിന്ദു സാമ്യവാദം എന്ന് പറയാം. സനാതന ഹിന്ദു സംസ്കാരം മാനവ ജീവിതത്തിൻ്റെ ആദർശം അന്വേഷിച്ച് കണ്ടെത്തി. മാനവ ജീവിതം അനന്തതയെ അന്വേഷിക്കുന്നതാണ്. ഇത് വെറും മനുഷ്യർക്ക് മാത്രമല്ല, സമ്പൂർണ്ണ മാനവരാശിക്ക് വേണ്ടി ആണ്. ഓരോ വ്യക്തിയും ആ പരമസത്യത്തിൻ്റെ അന്വേഷകരാകണം. ജ്ഞാനം ഒന്ന് മാത്രമാണ് അനശ്വരമായിട്ടുള്ളത്. ഭക്തിയും തത്വജ്ഞാനവും ഇല്ലാത്ത മനുഷ്യന് സമൂഹത്തിൽ യാതൊരു സ്ഥാനവുമില്ല. ജ്ഞാനാർജനത്തിൻ്റെ ശത്രു ഭോഗവിലാസമാണ്. അനിയന്ത്രിതമായ കാമേച്ഛ മനുഷ്യനെ മഹാദുരന്തത്തിലെത്തിക്കുന്നു. സംയമനം ജ്ഞാനത്തെ സഹായിക്കുന്നു. ജീവിതസുഖത്തിന് സുന്ദരമായ ഗൃഹസ്ഥാശ്രമമാണ് വേണ്ടത്. ബ്രഹ്മചര്യാശ്രമം ജ്ഞാനാർജനത്തിനുള്ളതാണ്, വിദ്യോപാർജനത്തിനുള്ളതാണ്. ഗാർഹസ്ഥ്യാശ്രമം സുഖശാന്തിപൂർണമായ ജീവിതം നയിക്കുന്നതിനാണ്.
വാനപ്രസ്ഥാശ്രമം മനോനിയന്ത്രണത്തിനും ആരോഗ്യം നിലനിർത്താനുള്ള അനുശീലനത്തിനുമാണ്. സന്യാസം നിർവാണം അഥവാ മുക്തി പ്രാപിക്കുന്നതിനുമാണ്. ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ചുള്ള ഗുരുവിനെയും പ്രാപിക്കുന്നു, ഉപദേശം നേടുന്നു, ഗുരുവിൻ്റെ മാതൃക സ്വീകരിക്കുന്നു. ഗൃഹസ്ഥാശ്രമം ലളിതമായിരിക്കണം. വലിയ ആർഭാടപൂർണമാകരുത്. ഏത് ആശ്രമത്തിലും ജ്ഞാനപ്രാപ്തി ആദർശനിഷ്ഠയോടുകൂടിയതായിരിക്കണം. ധനോപാർജനം സംയമിതമാകണം. അതിഥിയജ്ഞം ഗൃഹസ്ഥാശ്രമത്തിലാണ് കൂടുതൽ വേണ്ടത്. ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ പലവിധത്തിലാണ് ഉണ്ടാകുന്നത്. ദുർഭിക്ഷത്തിലും തൊഴിലുമാന്ദ്യത്തിലും തൻ്റെ സമ്പാദ്യം ധനം മോഷ്ടിക്കുമ്പോഴും പ്രകൃതിക്ഷോഭം മൂലവും ഈതിബാധകൾ മൂലവും രോഗബാധകൾ മൂലവും ശരീരത്തിന് ഏൽക്കുന്ന ക്ഷതം മൂലവും ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാട് മൂലവും മറ്റും പ്രതിസന്ധികൾ, ദുഃഖങ്ങളുണ്ടാകും. ജീവിതം ദുഃഖപൂർണമാകും. ഇത്തരം അവസ്ഥകളിലും പതരാതെ ആത്മജ്ഞാനികൾ ആനന്ദം അനുഭവിക്കുന്നു. അപരിഗ്രഹം ഉപാസകരായിട്ടുള്ളവർ ഭിക്ഷയാചിക്കുന്നത് പാപമായി കരുതരുത്. ആവശ്യത്തിന് മാത്രമാണ് അന്നപാനാദികൾ ഭിക്ഷയാചിക്കുന്നത്. എന്നാൽ അന്യൻ്റെ ധനം ആഗ്രഹിക്കുന്നത് മൃത്യുവിനു തുല്യമാണ്. അന്യൻ്റെ ധനം അപഹരിക്കുന്നത്, കൊള്ളയടിക്കുന്നത് മഹാപാപമാണ്. അധാർമികമായ ധനാർജന ഒരിക്കലും ശാശ്വതമായ ശാന്തി നൽകുന്നില്ല. ആത്മനിർഭരതയും ആത്മസമ്മാനവും ശീലിക്കണം. എന്നാലും അനിവാര്യമായത് വന്നു ചേരും മൃത്യു. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം, ഇങ്ങനെ ജീവിതത്തിൽ ദുഃഖങ്ങൾ 3 വിധത്തിലാണ്. പ്രകൃതി സഹജമാണത്. ഉന്നതമായ ആത്മവിചാരത്തിൽ ആനന്ദം അനുഭവപ്പെടുന്നു. വൈജ്ഞാനിക ഉന്നതി കൊണ്ട് മാത്രമേ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സഫലമാകൂ. ആശ്രമ വ്യവസ്ഥ വൈജ്ഞാനികവും തികച്ചും അനിവാര്യവുമാണ്. അതിസുന്ദരവും ആനന്ദദായകവുമാണ് ആശ്രമ വ്യവസ്ഥ. അറിവും അനുഭവവും സന്യാസാശ്രമത്തിൽ മറ്റുള്ള സ്വജനങ്ങൾക്കും സഹയോജികൾക്കുമെല്ലാം ഉപകാരപ്രദമായിരിക്കണം, ഉപകാരം ചെയ്തുകൊണ്ടിരിക്കണം. സനാതന ഹിന്ദു സംസ്കൃതിയുടെ സുഗന്ധം നാട്ടിലും നഗരങ്ങളിലും വ്യാപിപ്പിക്കണം. അത്യന്തം വിനീതഭാവത്തോടുകൂടി പരിവ്രാജക ജീവിതം നയിക്കുക. യുദ്ധത്തിൻ്റെ കൽപ്പന പോലും പാടില്ല. അശാന്തി പരത്തരുത്.
പ്രകൃതി പ്രഭുവിൻ്റെ ഉദ്യാനമാണ്. ഈശ്വരൻ്റെ വിവേകത്തോടുകൂടി പെരുമാറുക. മൃഗങ്ങളെപ്പോലെ വയറ് നിറച്ചുകൊണ്ടുള്ള ജീവിതം മനുഷ്യന് ആദർശപൂർണമല്ല, അത് മൃഗസഹജമാണ്. നമ്മുടെ മാർഗം ആധ്യാത്മികവാദ്യത്തിൻ്റേതാണ്, അന്വേഷണത്തിൻ്റെതാണ്. മൃഗീയതയിൽ നിന്ന് ഉയർന്ന് വന്ന മനുഷ്യത്വത്തിലേക്കുള്ള പ്രയാണമാണത്. ഈശ്വരനിലേക്കാണ് ഉയരേണ്ടത്. ഈശ്വരൻ്റെ പദവിയിലെത്തണം. അതാണ് മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. ഉപനിഷദുക്തി ഓർക്കുക. ശരിയായ വസ്തുത വിഭുവിൻ്റെ അഗാധജ്ഞാനം നേടിയെടുക്കുക എന്നതാണ്. അതിനാണ് നമ്മുടെ പരമപുരുഷാർത്ഥം. ഇത്തരം കാര്യങ്ങളെ ഗംഭീരമായി ചിന്തിച്ചാലും ഭവാന്മാർ ഭൗതികവാദത്തിൻ്റെ പരിണാമമോ അശാന്തിയും രാഗദ്വേഷവും മാത്രം. നമ്മുടെ ഋഷിമാർ സാമാജിക വ്യവസ്ഥയുടെ അത്ഭുത ചമത്കാരം ദർശിപ്പിച്ചു. ശരിയായ സാമ്യവാദം ദർശിപ്പിക്കുന്നത് ഭാരതീയ അനാദി സനാതനമായ ഹിന്ദുധർമ്മം മാത്രമാണ്. അത് സമാജത്തിൽ ശാന്തി സ്ഥാപിക്കുന്നു. എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കാണുന്നു. മനുഷ്യനെ വികാസത്തിൻ്റെ പാതയിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇന്നത്തെ സത്സംഗം ഇവിടെ നമുക്ക് നിർത്താം. എല്ലാവർക്കും ജീവിതം ശാന്തിസുന്ദരമാകട്ടെ, സുഗന്ധിതമാകട്ടെ. പ്രസന്നരായിട്ട് മുന്നോട്ട് പോവുക. സ്വസ്തി. ശുഭം ഭൂയാത്.